ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈ ഒരു പ്രകരണം ഗ്രന്ഥം എന്ന് പറയാൻ വയ്യ, എന്നാൽ ഗ്രന്ഥമാണ്, ഗ്രന്ഥമാക്കണം എന്നുള്ള പരിപാടിയിലാണല്ലോ. ഇത് അവസാന ഘട്ടത്തിലാണ്. നമ്മൾ ചിന്തിച്ചത് സഞ്ചിത കർമ്മം എന്നാൽ എന്ത്? സഞ്ചിത കർമ്മം എന്താണ് സഞ്ചിത കർമ്മം? സഞ്ചിത കർമ്മം എന്നുള്ളത് ആദ്യം നമ്മൾ പഠിച്ചത് ആഗാമി കർമ്മം. ആഗാമി കർമ്മം എന്ന് പറയുമ്പോൾ ജ്ഞാനപ്രാപ്തിക്ക് ശേഷം ആണ് ഏത് ആഗാമി കർമ്മം എന്ന് പേരിട്ടത്. അല്ലെങ്കിൽ ആഗാമി കർമ്മം എന്ന് വിളിക്കുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാനിയെ സംബന്ധിച്ചാണ് ഈ ശരീരമാണ് ഇത് അനുഭവിക്കുന്നത്, ശരീരവും ഞാനും ഒന്നല്ല എന്നുള്ള ബോധം ഉണ്ടാവുമ്പോഴേ ഏതുള്ളൂ ഈ ആഗാമികമെന്നും സഞ്ചിതമെന്നും പ്രാരബ്ധമെന്നും ഒക്കെ വേർതിരിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ഞാൻ അനുഭവിക്കുന്നു? കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഞാൻ എന്ന് പറയുന്നത് കൈയല്ല, കണ്ണല്ല, നാക്കല്ല, മൂക്കല്ല, തൊക്കല്ല, വാക്കല്ല, പാണിയല്ല, പാദമല്ല, ഉത്തമല്ല എന്നൊക്കെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാമെങ്കിലും അറിഞ്ഞിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ ചിരകാല അനുഭവം കൊണ്ട് അഥവാ ആ നമ്മുടെ ജീവിതത്തിൽ ഇത് എൻ്റേതാണ്, ഞാൻ ഇവരുടേതാണ് എന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ താദാത്മ്യ ബുദ്ധി വെച്ച് പുലർത്തി എത്ര ജന്മങ്ങൾ കഴിഞ്ഞു എന്നറിയില്ല. ജന്മജന്മാന്തരങ്ങളായി ഇത് എൻ്റേതാണ്, ഞാൻ ഇവരുടേതാണ് എന്ന ഭാവത്തിൽ പുറത്തും അതായത് അകത്തും ഈ ശരീരവുമായി താദാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ആഗാമികം എന്നൊന്നും പറയേണ്ടതില്ല. കാരണം അനുഭവിക്കുന്നത് ആരാണ്? ഞാൻ തന്നെ, ഈ ദേഹം തന്നെയാണ് ഞാൻ. അതുകൊണ്ട് ജ്ഞാനപ്രാപ്തിക്ക് ശേഷം ആഗാമി കർമ്മം എന്ന് പറയുമ്പോൾ അയാൾക്ക് അറിയാം, ഏത് ബുദ്ധിതലത്തിലെങ്കിലും അറിയാം ഞാൻ ഈ ദേഹമല്ല എന്ന്. ഇവിടെ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് സ്ഥൂലദേഹത്തിന്റെ നാശമാണ് മരണം. ഇത് ഉപസംഹാരവേളയാണ്. ഈ ഒരു പ്രകരണത്തിന്റെ ഉപസംഹാരവേള എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് ഇവിടെ. കാരണം ഇവിടെ മുക്തിയാണ് ഇവിടെ വിഷയം. മുക്തി വിഷയമാണോ എന്ന് വെച്ചാൽ വിഷയി വിഷയം എന്ന് രണ്ടുള്ളത് കൊണ്ട് ഇവിടെ വിഷയതലത്തിലാണ് ഇത് അറിയുന്നത്. നമ്മളിൽ നിന്ന് അന്യമായിട്ടാണ് ഇവിടെ മുക്തി എന്നുള്ളത്. പുസ്തകത്തിന് അത്ര തരാൻ പറ്റൂ, പുസ്തകത്തിന് അത്രയല്ലേ തരാൻ പറ്റൂ. ബുദ്ധിക്കും ഉപരിയാണത്. എന്നാൽ ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇത് അറിയുന്നത്. ബുദ്ധിയെ അതിക്രമിച്ച തലം പിന്നെ പറയാവതല്ല. അങ്ങനെയുള്ള തരത്തിൽ ആ മുക്തിക്കായിക്കൊണ്ട് ഉള്ള പ്രയാണത്തിൽ സാധാരണ മനുഷ്യർ അസാധാരണ മനുഷ്യർ എന്നൊന്നില്ലെങ്കിലും ഇണയും ഇരയും പ്രസക്തമായി മാത്രം ജീവിതം കഴിക്കുന്നവരെ സാധാരണ മനുഷ്യർ എന്ന് പറയാം. പറഞ്ഞൂടെ? അല്ല, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലേ സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും. അതല്ല പറഞ്ഞത്. ഇവിടെ സാധാരണ മനുഷ്യരും അസാധാരണ മനുഷ്യരും എന്ന് പറയുകയാണെങ്കിൽ ഇണയും ഇരയും പ്രസക്തമായ മനുഷ്യരെ എന്ന മനുഷ്യരൂപധാരിയെ നമുക്ക് വേണമെങ്കിൽ സാധാരണ മനുഷ്യർ എന്നും, അല്ല അത് മാത്രമല്ല പ്രസക്തം എന്നുള്ള ഒരു ചിന്ത വന്നാൽ അന്ന് മുതൽ തന്നെ അയാൾ മനുഷ്യനാണ്. പിന്നെ ആ ചിന്തയുടെ പൂർത്തീകരണമാണ് നടക്കുന്നത്. അടിഞ്ഞിടാം കൂട്ടിനകത്തു പക്ഷിക്ക് അജിച്ചിടാം മർത്യർ കൊടുക്കുമന്നം പാടാം ഇടയ്ക്കൊന്നു പഠിച്ച പാട്ടും പക്ഷങ്ങൾ മാത്രം ഫലവർദ്ധിതങ്ങൾ. അടിഞ്ഞിടാം കൂട്ടിനകത്ത് പക്ഷിക്ക് ഒരു പക്ഷിക്കൂട്ടിൽ കൊണ്ടുവന്നിട്ട് ആ പക്ഷിയെ അതിൻ്റെ ഉള്ളിലാക്കാം.
അതിനുള്ളിൽ സുഖമായി അത് കഴിയുന്നു. അഹിച്ചിടാൻ മർത്യർ കൊടുക്കും അന്നം. മനുഷ്യന്മാർ കൊടുക്കുന്ന അന്നം കഴിക്കാനേ അതിന് വകുപ്പുള്ളൂ, പുതിയത് കഴിക്കാൻ വകുപ്പില്ല. പാടാൻ ഇടയ്ക്കൊന്ന് പഠിച്ച പാട്ട് പാടാനേ വകുപ്പുള്ളൂ, പുതിയത് പഠിക്കാൻ വകുപ്പില്ല. പഠിച്ചത് പാടാം. പക്ഷങ്ങൾ മാത്രം ഫലവർജിതങ്ങൾ, പക്ഷങ്ങൾ ചിറകുകൾ മാത്രം പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ആ പക്ഷി തൃപ്തിയുള്ളതല്ല. ആ പക്ഷിയുടെ സാഫല്യം, ജന്മസാഫല്യം എന്ന് പറയുന്നത് എവിടെയാണ്? എവിടെയാ? അതിന്റെ പക്ഷങ്ങൾ തീർത്തും പ്രവർത്തിപ്പിച്ച് അത് അനന്തവിഹായത്തിൽ പാറി നടക്കുമ്പോഴാണ് അതിന് തൃപ്തിയാവുന്നത്. അത് നമ്മൾ എന്തൊക്കെ കൽപ്പിച്ചാലും അതിന് തൃപ്തി ഉണ്ടാവുന്നില്ല. അപ്പൊ പക്ഷിയുടെ പ്രത്യേകമായ കഴിവ് ഏതാണ്? പ്രത്യേകമായ കഴിവ് പക്ഷിയുടെ പക്ഷങ്ങളാണ് പ്രത്യേകമായത്. അതിന്റെ പ്രത്യേകത, അതിന്റെ അസാധാരണത്വം. മറ്റ് ജീവികളെ അപേക്ഷിച്ച് അതിന്റെ അസാധാരണത്വം എന്നുള്ളത് അതിന്റെ പക്ഷങ്ങളാണ്. ആ പക്ഷങ്ങളെ സാധൂകരിക്കുന്ന തലത്തിൽ മാത്രമേ ആ പക്ഷി തൃപ്തിയാവുന്നുള്ളൂ, ആ പക്ഷിക്ക് തൃപ്തനാവാൻ പറ്റൂ. എന്താ? അങ്ങനെയല്ലേ? എങ്കിൽ മനുഷ്യന്റെ പ്രത്യേകമായത് എന്ന് പറയുമ്പോൾ, അതായത് അസാധാരണത്വം എന്ന് നമ്മൾ വിളിക്കുന്നത് മറ്റൊന്നുമല്ല, വിശേഷബുദ്ധിയാണ്. അങ്ങനെയാണെങ്കിൽ ആ വിശേഷബുദ്ധിയുടെ പൂർത്തീകരണത്തിൽ, അതുകൊണ്ട് എവിടെ വരെ എത്തിച്ചേരാം? അതിന്റെ എത്തിച്ചേരാൻ പറ്റുന്ന പരമമായ തലം, അതിന്റെ തലം വരെ എത്തിയാലേ ആ മനുഷ്യന് തൃപ്തിയാവുന്നുള്ളൂ. എന്താ? ഒരു മനുഷ്യനും അതിന് താഴെയുള്ളത് ഒന്നുകൊണ്ടും തൃപ്തനല്ല. വിത്തേന തർപ്പണിയോ മനുഷ്യ. വിത്തം കൊണ്ടോ ധനം കൊണ്ടോ തൃപ്തനാക്കപ്പെടുന്നവനല്ല മാനവൻ എന്ന് ആര് പറഞ്ഞു? പ്രത്യക്ഷമായിട്ട് നമുക്കറിയാം. ശാസ്ത്രം മാത്രമല്ല, നമുക്കറിയാം. നമ്മളൊക്കെ ഒത്തുകൂടുന്നത് ഏതിനാണ്? മറ്റുള്ളത് കൊണ്ട് തൃപ്തരല്ലാത്തത് കൊണ്ടാണ്. ആണെന്ന് തോന്നും, പക്ഷെ അടുത്ത നിമിഷം തന്നെ ഇതല്ല എന്ന് ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വിശേഷബുദ്ധിയാണ് മനുഷ്യന്റെ പ്രത്യേകത എന്നുള്ളത് കൊണ്ട് ആ വിശേഷബുദ്ധിയുടെ ആ വിശേഷത കൊണ്ട്, ആ പ്രത്യേകത കൊണ്ട്, ആ പ്രത്യേകമായ കഴിവിനെ സാധൂകരിക്കുന്നത് കൊണ്ട് മാത്രമേ മനുഷ്യൻ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നുള്ളൂ, ജന്മലക്ഷ്യത്തിലെത്തുന്നുള്ളൂ. ആ ലക്ഷ്യത്തിന് പറയുന്ന പേരാണ് മുക്തി എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നോടിയായി ചിന്തിക്കപ്പെടുന്ന വിഷയമാണ് ആഗാമി സഞ്ചിതം പ്രാരബ്ധം എന്നൊക്കെ. അതിൽ സഞ്ചിതം എന്ന് പറയുന്നത് ഈ ശരീരം സമ്പാദിച്ചത് തന്നെയാണ്. ആര് സമ്പാദിച്ചു? ഈ ശരീരം സംബന്ധിയാണ്. ശരീരവും ഞാനും ഒന്നല്ല, എൻ്റേതൊന്നും ഞാനല്ല. ഞാൻ എന്നുള്ളത് ഏകവചനമാണ്, എൻ്റെ എന്നുള്ളതൊക്കെ ബഹുവചനത്തിൽപ്പെട്ടതാണ്. എന്താ അല്ലേ? ഞാൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഞാൻ എന്ന് പറയുമ്പോൾ ഏകവചനം അല്ലേ? ആ ഏകമായ ഞാനുമായി മറ്റൊന്നിനോടും സംബന്ധമില്ല. ആ ഞാൻ, ആ കേവല ഞാൻ, കലർപ്പില്ലാത്ത ഞാൻ, അതാണ് ഉള്ളിൽ നിന്ന് സ്ഫുരിക്കുന്നത്. പക്ഷെ അത് പല ആവരണങ്ങളിലൂടെ തട്ടിയാണ് പുറമേക്ക് വരുന്നത്. അതിനെ നമ്മൾ പഞ്ചകോശ വിവേകം എന്ന് പേരിട്ട് വിളിച്ചു. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് 5 ആവരണങ്ങളെ ഉള്ളിൽ പൊതിഞ്ഞു വെച്ചതാണത്. ഇത് നമുക്ക് അല്പം വിചാരം ചെയ്താലും അറിയാം. ഞാൻ എന്നുള്ളതിന്റെ പ്രതിസ്ഫുരണം അതിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് വരുന്നത്. അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിച്ചു പോയാൽ ഞാൻ എന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ രാവിലെ എണീറ്റ് രാത്രി കിടക്കുന്നത് വരെയും ഉറക്കത്തിലും അധികവും പറയുന്നത്. ഏറ്റവും കൂടുതൽ പറയുന്നത് ഞാൻ എന്നാണ്. ആ ഞാൻ എന്നുള്ളതിന്റെ പൊരുൾ അന്വേഷിച്ച് അത് എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചു പോയാൽ എവിടെ എത്തിച്ചേരും? അഹം ബ്രഹ്മാസ്മി. പക്ഷെ മഹാഭാഗ്യം കൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നില്ല. അന്വേഷിച്ചാൽ മുക്തിയായി. അവിടെ അന്വേഷിക്കാൻ, നമ്മുടെ അന്വേഷണത്തെ തടയിടാൻ പല ആവരണങ്ങളിൽ മറ്റൊന്നാണ് ഏത്? ജ്ഞാനിയെ സംബന്ധിച്ച് അന്വേഷണമുള്ളൂ, അല്ലാത്തവരെ സംബന്ധിച്ച് അന്വേഷിക്കുന്നില്ല.
ഇത് ഞാൻ തന്നെയെന്ന് അറിഞ്ഞിരിക്കുന്ന സമയത്ത് വെളുത്തത് കറുത്തത് ആണ് പെണ്ണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്ന തലത്തിൽ പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പുസ്തകത്തിൽ നിന്നും ഗുരുവിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കി ഈ ശരീരം ഞാനല്ല മനസ്സിലാക്കി. എന്നാൽ എന്താ ഞാൻ അറിയില്ല. ജ്ഞാനിയാണ് നമ്മളൊക്കെ എന്ന് വിളിച്ചു അല്ലേ? അജ്ഞാനികളല്ല. അജ്ഞാനികളിവിടെ വന്ന് ഇരിക്കുന്നില്ല. അജ്ഞാനികളെ സംബന്ധിച്ച് ഈ ശരീരം തന്നെയാണ് ഞാൻ, അവർ വേർതിരിച്ചറിയുന്നില്ല. ജ്ഞാനിയെ സംബന്ധിച്ചോ ഈ ശരീരം ഞാൻ അല്ല എന്നറിഞ്ഞിട്ടുണ്ട്, എന്നാൽ എന്താണ് ഞാനെന്നത് അറിഞ്ഞിട്ടുമില്ല. അവിടെയാണ് അന്വേഷണം, അവിടെയാണ് മാർഗം. ലക്ഷ്യത്തിലെത്തിയാൽ മാർഗം പതിവില്ല. ഉണ്ടെങ്കിൽ അത് വെറും വ്യവഹാരത്തിൽ പറയുന്നതാണ്. നടന്നുകൊണ്ടിരിക്കുന്നു എന്നും അല്ലേ, പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ നടക്കലും ഇരിക്കലും ഒരേ സമയത്ത് ഉണ്ടാവില്ല. പോവലും ഇരിക്കലും ഒരേ സമയത്ത് ഉണ്ടാവില്ല. എന്നാൽ വ്യവഹാരത്തിൽ അങ്ങനെ പറയുന്നത് പോലെ ജ്ഞാനി പിന്നെ ഒരു സാധനയും ചെയ്യുന്നില്ല. പിന്നെ മാർഗം പതിവില്ല. മാർഗം ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. ലക്ഷ്യത്തിലെത്തിയാൽ മാർഗം ഇല്ല. പിന്നെയും സഞ്ചരിക്കുന്നത് തെങ്ങിന്റെ മണ്ടയിലെത്തി ഇളനീര് കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ അത് കീഴ്പ്പെട്ട് പതിക്കും. ലക്ഷ്യപ്രാപ്തിയിൽ പിന്നെ മാർഗം പതിവില്ല. എന്നാൽ വൈദിക കർമ്മങ്ങൾ ചെയ്തുകൂടെ എന്ന് ചോദ്യമുണ്ട്. ഇല്ല. ലൗകിക കർമ്മങ്ങളെ ഇല്ലാതാക്കാനാണ് വൈദിക കർമ്മങ്ങൾ. വൈദിക കർമ്മങ്ങളും അവിടെ കൊഴിഞ്ഞുപോയി. ജ്ഞാനിയെ സംബന്ധിച്ച് ഇവിടെ ചർച്ചയില്ല. പിന്നെ ആരെ സംബന്ധിച്ചാ ചർച്ച? അവിടെ എത്താത്തവരെ സംബന്ധിച്ച്. എന്നാൽ ഇവിടുന്ന് വിടും ചെയ്തു. നസ്സല്ല ഗോവനും അല്ലാന്ന് അല്ലേ? അല്ലെങ്കിൽ പറയാല്ലേ, ഇല്ലത്തുനിന്ന് വിടും ചെയ്തു, അമ്മ തൊട്ട് എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് വിടും ചെയ്തു, അവിടെ എത്തിയിട്ടുമില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഈ കർമ്മങ്ങളൊക്കെ ചിന്തിക്കണം. അപ്പൊ ആർക്കാണ് ആഗാമി? അതുകൊണ്ട് അയാൾക്ക് അറിയാം, ബോധതലത്തിൽ അയാൾ ഉണർന്നിരിക്കുന്നുണ്ട്. ആഗാമി കർമ്മങ്ങൾ ശരീരത്തിനാണ്. വരട്ടെ, എന്ത് വേണം? പക്ഷെ വരട്ടെ എന്ന് പറയുന്ന സമയത്തും അയാൾ ആഗ്രഹിക്കുന്നില്ല. അയാൾക്ക് അതിൽ ആഗ്രഹമൊന്നുമില്ല. പിന്നെ വന്നു ചേരുന്നവ ആവട്ടെ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ ഭാഷ്യത്തിൽ 11-ാം ശ്ലോകം ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിൽ ഇത് വിസ്തരിക്കുന്നു. ഒരു വ്യക്തി അന്ധകരണ ശുദ്ധിക്കായിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുമ്പോൾ, അത് വൈദിക കർമ്മങ്ങളാണെങ്കിൽ പോലും അത് ചെയ്യുന്ന മാത്രയിൽ കുറച്ച് സമയം ചെയ്യുന്നതിനിടയിൽ തന്നെ അയാൾക്ക് ഈ ആഗ്രഹങ്ങൾ, ഈ ശരീരമാണ് ഞാനല്ല എന്നുള്ള ബോധം ഉണ്ടായാൽ ആ കർമ്മം പൂർത്തിയായി. പിന്നെ ചെയ്യുന്നത് എന്താണ്? കേവലം ബാഹ്യമായ ചേഷ്ടകൾ മാത്രമാണെന്ന്. ഈ ആഗ്രഹം വീണ്ടും നിലനിൽക്കുന്നു എങ്കിൽ അയാൾ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ പോലും വെറുതെയാണ്. പിന്നെയും ചെയ്യണം. മനസ്സിലായില്ല? പൂർത്തിയാവുന്നില്ല. ഒരു ഹോമം ചെയ്യാണ് ഒരാൾ. ആ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് അയാൾക്ക് ബോധോദയം ഉണ്ടായി. എന്ത്? വാസ്തവത്തിൽ എന്താണ് താൻ ചെയ്യുന്നത്? ഇതെന്തിനാണ് ചെയ്യുന്നത്? എന്തോ ഒരു കാമനാപ്രാപ്തിക്ക് വേണ്ടിയാണത് ചെയ്തത്. ഒരു കാമനയും ഇല്ലാത്ത ഒരാൾ ഒന്നും ചെയ്യുന്നില്ല. ഒരാൾ അമ്പലത്തിൽ പോകുന്നു, ശരി, എന്തിനു പോകട്ടെ, അതൊക്കെ പോകുന്ന എന്തെങ്കിലും ഒരു പ്രയോജനം അവിടെ ഉണ്ടാവും. നമ്മളില്ല എന്ന് പറഞ്ഞാലും എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ഇവിടെ ഇത് പഠിക്കാൻ വരുന്നു, എന്തെങ്കിലും ഒരു പ്രയോജനം കാണാതെ ആരും വരില്ല. പിന്നെ പ്രയോജനമനുദിശ്യ മന്ദോപി പ്രവർത്തതേ, പ്രയോജനമില്ലാത്ത കാര്യത്തിൽ മന്ദന്മാർ പോലും പ്രവർത്തിക്കാറില്ല, എന്നാൽ ജ്ഞാനികൾ പ്രവർത്തിക്കാറുണ്ടെന്ന് പറയും. എന്താ അവിടെ പോയാൽ കിട്ടുക? കിട്ടിയതൊക്കെ പോവാനാണെന്ന് പറഞ്ഞാൽ ആരും വരില്ല. എന്തോ കിട്ടുന്നുണ്ട്, അത് പ്രത്യക്ഷമായിട്ട് കാണിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിലും കിട്ടുന്നുണ്ട്. കിട്ടാതെ ആരും ഒന്നിനും പോവില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടാനുണ്ട്, പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ എന്താണ് കിട്ടാൻ? അപ്പൊ ആ കിട്ടുക എന്നുള്ള പ്രക്രിയ, ഇനി കിട്ടാനൊന്നുമില്ല എന്നുള്ളത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകണ്ടോ? പോകുന്നുണ്ടെങ്കിലും അതെന്താണ്? അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. അതൊരു കർത്തവ്യമായിട്ട് പറയരുത്, കർമ്മമായിട്ട് പറയരുത്.
അല്ലേ? അയാൾ ഈശ്വരാരാധനയ്ക്ക് പോവുക, അല്ലെങ്കിൽ അയാൾ പ്രാർത്ഥിക്കാൻ പോവുക. അയാൾക്ക് എന്താ പ്രാർത്ഥിക്കാനുള്ളത്? ഒന്നും പ്രാർത്ഥിക്കാനില്ലെന്ന് അറിഞ്ഞാൽ അയാൾ പോകുന്നുണ്ട്. അത് കേവലമായ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. കാഴ്ചയ്ക്ക് രണ്ടും ഒരേപോലെയാണ്. പോകണ്ടെന്ന് പറഞ്ഞില്ല. ലോകത്ത് ജീവിക്കുന്നവർ ലോകമര്യാദയെ പാലിക്കുന്നു. ഒരു സ്ഥലത്ത് പോകണില്ല എന്ന് പറഞ്ഞാലും അയാൾ വേറെ സ്ഥലത്ത് പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ വലിയ ഇതിൽ പറയാം, ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പോകും, ക്ലാസ് കേൾക്കാൻ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അല്ലേ. അപ്പം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്തോന്ന് കിട്ടാനുണ്ട്. പക്ഷെ ആ പോക്ക് മുഴുവൻ നിൽക്കുന്നു. പക്ഷെ എന്നാലും പോകുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാ പോണത്? അതൊരു വിനോദമാണ്. അപ്പൊ സുഖല്ലേ? ജ്ഞാനിയുടെ സർവകർമ്മങ്ങളും ലീലാർത്ഥമാണ്. അതെ, വിജ്ഞാനിയുടെ കർമ്മമായിട്ട് പറയരുത്. ജ്ഞാനി കർമ്മയോഗിയല്ല. ചിലർ പറയാറുണ്ട് അത് കർമ്മയോഗിയാണ്. ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെയാണ് കർമ്മയോഗം കൊണ്ട് വിവക്ഷിച്ചത്. ജ്ഞാനി ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യുന്ന ആളല്ല. ജ്ഞാനിക്ക് ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യണം. ജ്ഞാനിക്ക് കർമ്മമേ ഇല്ല, പിന്നെ എങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യും? അത് നമുക്ക് ചെയ്യാം, അല്ലേ? സാധാരണക്കാർക്ക് ചെയ്യാം. ജ്ഞാനിക്ക് എന്തിനു കർമ്മം? ജ്ഞാനിക്ക് കർമ്മമേ ഇല്ല. അയാൾ കർമ്മയോഗിയുമല്ല. വ്യക്തമല്ലേ അത്? അതുകൊണ്ട് ഈ ചെയ്യപ്പെടുന്നതൊക്കെ ശരീരം അതിന്റെ ചേഷ്ടകളെ നിർവഹിക്കുന്നു. പ്രാപ്തം പ്രാപണീയം, ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. കൃതം കൃത്യതയാ തൃപ്തയതി എന്നൊക്കെ പല വാക്കുകളെ കൊണ്ട് അതിനെ പറയുന്നുണ്ട്. ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞവനാണ്. പിന്നെ എന്തിനാ ചെയ്യണത്? അതൊരു തോന്നിയത് ചെയ്യല. തോന്നിയത് ചെയ്യാം. ഇത് താഴെ ഇതിൽ നമ്മൾ പറഞ്ഞാൽ തോന്നിയത് പറയാനും തോന്നിയത് ചെയ്യാനുള്ളതാണോ എന്ന് വെച്ചാൽ തോന്നിയത് ചെയ്യാൻ എന്താണോ അപ്പൊ തോന്നുന്നത് അത് ചെയ്യും. എന്താ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് എന്ത് സഞ്ചിത കർമ്മം? എന്നാൽ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചാണ് സഞ്ചിത കർമ്മമാണെന്ന് തിരിച്ചറിയുന്നത്. കാരണം എന്തുകൊണ്ട്? അയാൾക്കും പ്രാരബ്ധവും സഞ്ചിതവും ആഗാമികവും ഉണ്ട്. ബാക്കി ദൃഷ്ട്യ കാണുന്നവർക്ക് മാത്രമല്ല അയാൾക്കുണ്ട്. ശരീരത്തിൻ്റെതായ പ്രാരബ്ധം ഒരു ജ്ഞാനി ദേഹത്തിനും ഇല്ലേ? ജ്ഞാനി എന്ന് പറയുമ്പോൾ ദേഹമല്ല, ദേഹനിഷ്ഠനല്ല, ജ്ഞാനം ദേഹനിഷ്ഠമല്ല. എങ്കിലും നമ്മൾ വ്യവഹാര ദൃഷ്ട്യ പരിമിതമായ ബുദ്ധി കൊണ്ട് നോക്കിക്കാണുമ്പോൾ ജ്ഞാനി ദേഹം എന്ന വിധത്തിലല്ലേ വിവക്ഷിക്കുന്നത്? അല്ലേ? ജ്ഞാനമുള്ളത് കൊണ്ടല്ലേ നാം ജ്ഞാനിയെ പൂജിക്കുന്നത്? അപ്പോഴും അവിടെ ശരീരത്തിലേക്ക് നമ്മൾ ഇറക്കിക്കൊണ്ടുവന്നില്ലേ? ഒരു ജ്ഞാനിയെ പൂജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, ജ്ഞാനിയെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്ഞാനം ഉള്ളത് കൊണ്ടല്ലേ ജ്ഞാനിയായത്? അവിടെ ജ്ഞാനം എന്നുള്ളത് വ്യക്തിനിഷ്ഠമാണോ? എന്താ അഭിപ്രായം? ഈശ്വര തത്വം വ്യക്തിയാധിഷ്ഠിതമല്ല, തത്വാധിഷ്ഠിതമാണ്. അതേപോലെ തന്നെ ഗുരു തത്വം വ്യക്തിയാധിഷ്ഠിതമല്ല, തത്വാധിഷ്ഠിതമാണ്. തത്വാധിഷ്ഠിതമാണെങ്കിൽ പോലും അതിന് നമുക്ക് എന്ത് വേണം? ഒരു വ്യക്തിയാധിഷ്ഠിതമായി ആരാധന തെറ്റാന്ന് പറയാൻ പറ്റുമോ? ആ തലത്തിൽ പറ്റുമോ? ജ്ഞാനിയെ സംബന്ധിച്ച്, ഒരു വിജ്ഞാനിയെ സംബന്ധിച്ച് അവർ എതിർത്തേക്കാം. അവർ നമ്മളോട് പറയും നിങ്ങളെന്താ വ്യക്തിപൂജം ചെയ്തുകൊണ്ടിരിക്കാനാണോ എന്നൊക്കെ ചോദിച്ചേക്കാം. എന്നാലും ഒരു തരത്തിൽ അവർ മൗനാനുവാദം കൊടുക്കുന്നില്ലേ? കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് അല്ല, മറ്റേ യുക്തിവാദി പോയ കഥ നമ്മൾ ചിന്തിച്ചിരുന്നില്ലേ? മറ്റേ പരമേശ്വരാനന്ദ സ്വാമിയുടെ അടുത്ത് പോയ കഥ ചിന്തിച്ചിരുന്നില്ലേ? കേവലം മരക്കാല് പിടിച്ചാൽ സൂര്യാതപത്തിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിൽ ജീവനുള്ള കാല് പിടിച്ചാൽ സംസാരാതപത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു എന്ന് വരുന്നു. ഇനി വരുന്നുണ്ട് എന്തുകൊണ്ട്? കേവലം കൊടയന്റെ മരക്കാലേ, ആ മരക്കാല് പിടിച്ചാൽ സൂര്യാതപത്തിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിൽ ചില ജീവനുള്ള കാല് പിടിച്ചാൽ സംസാരാതപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വരുന്നു. അപ്പൊ അത് ആ തലത്തിൽ ശരിയല്ലേ? അപ്പൊ ഗുരു വ്യക്തിയായില്ലേ? വ്യക്തിയായി നമ്മളെ ഇറക്കിക്കൊണ്ടുവന്നില്ലേ? തെറ്റാണോ? അല്ല.
നിങ്ങൾ വ്യക്തിപൂജകരാവരുത് എന്ന് പറയുമ്പോൾ അത് തന്നെ ഞാനിത് അനുവദിക്കുന്നില്ലേ? അപ്പൊ അവർക്ക് എന്തോ ഗുണമുണ്ടായിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ജ്ഞാനിക്കും തൻ്റെ ദേഹത്തിന് വരുന്ന വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചാലോ? കാരണം ജ്ഞാനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ജ്ഞാനിക്ക് വിഷമം ഉണ്ടല്ലോ. പഠിക്കാതെ പറഞ്ഞാൽ വിഷമമാവുന്നത് അതുകൊണ്ടല്ലോ പറഞ്ഞത്. വിഷമമാണല്ലോ വിഷമം, അല്ലേ? ശരീരത്തിൽ വാതപിത്ത കഫങ്ങളുടെ സമസന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുമ്പോഴല്ലേ ശരീരത്തിൽ വിഷമം ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പ്രകൃതിയിലും അതുപോലെ സംഭവിക്കുന്നില്ലേ? അതുപോലെ തന്നെ മനസ്സിനും സംഭവിക്കുന്നില്ലേ? എല്ലാ മേഖലയിലും അതിൻ്റെ ആ ശരിയായ ആ ബാലൻസ് ശരിയാവുമ്പോൾ രോഗമില്ലല്ലോ, അസ്വസ്ഥതകളില്ലല്ലോ, അശാന്തിയില്ലല്ലോ. അതിന് ചെറിയൊരു നീക്കുപോക്ക് സംഭവിക്കുമ്പോഴല്ലേ അതാ ഇന്ന് എന്തോ ഒരു കഷ്ടപ്പാടുണ്ട്, ഒരു വിഷമമുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനിക്കും തൻ്റെ ദേഹത്തിന് വരുന്ന വിഷമങ്ങൾ ബാധിക്കുന്നില്ലേ? ബാധിക്കുന്ന ഘട്ടത്തിലും അയാൾ പരമാർത്ഥിക ചിന്തയിൽ എന്ത് ചെയ്യുന്നു? ഇത് എൻ്റെ ദേഹത്തിന് വരുന്നതാണ്, ഇത് പരിഹരിക്കാൻ കഴിയാത്തതാണ്. തസ്മാത് അപരിഹാര്യാർത്ഥേ, പരിഹരിക്കാൻ കഴിയാത്തതാണിത് ആയതുകൊണ്ട്. പരിഹരിക്കാൻ കഴിയാത്തതിനെ പരിഹരിക്കാൻ ശ്രമിക്കാറില്ല ആര്? അറിവുള്ളവർ. അത്രേ ഉള്ളൂ. അത് അറിവ് കൊണ്ടാണ്. നമ്മളെന്ത് ചെയ്യുന്നു? വിളിച്ച് കരയാൻ തുടങ്ങി, ഭഗവാനെ എൻ്റെ സൂക്കടൊന്ന് മാറ്റി തരണേ. എന്താ ഇപ്പം എനിക്കിതിങ്ങനെ വരാൻ കാരണമോ? കാരണം അറിയുന്നവർ പരിഹരിക്കുന്നില്ല. അതാണ് ജ്ഞാനി അജ്ഞാനി തമ്മിലുള്ള വ്യത്യാസം. വ്യക്തമല്ലേ? ജ്ഞാനിക്ക് വരില്ലെന്ന് പറയരുത്. മറ്റുള്ളവരെ ദൃഷ്ടിയിലെ ജ്ഞാനിക്ക് വേദന ഉള്ളൂ, അല്ല ജ്ഞാനിക്കും വേദന ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചു നോക്കൂ. ഉണ്ടാവില്ല. ജ്ഞാനിക്ക് പിന്നെ വേദന എന്താ വേറെ അല്ലേ? കയ്പയുടെ കയ്പ് ജ്ഞാനി കഴിച്ചാൽ അത് മധുരം, അജ്ഞാനി കഴിച്ചാൽ കയ്പ്, അങ്ങനെയൊന്നുമില്ല. സുഖം, ജ്ഞാനിക്ക് ദുഃഖവും സുഖം, അജ്ഞാനിക്ക് ദുഃഖം സുഖം, വ്യത്യാസമുണ്ട്. അങ്ങനെയല്ല. അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. ഭാഷ്യം ആചാര്യസ്വാമികൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു തണുത്ത സ്ഥലത്ത് നിന്ന് തണുപ്പും ചൂടും തട്ടാത്ത വെള്ളം കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ട് ആ വെള്ളം കൊണ്ടുപോയിട്ട് നല്ല തണുത്ത പ്രദേശത്ത് കൊണ്ടുപോയി തുറന്നു വെച്ചാൽ വെള്ളത്തിന് തണുപ്പാണോ ചൂടാണോ ഉണ്ടാവുക? തണുപ്പും ചൂടും ഏൽക്കാത്ത വെള്ളം ഒരു തണുത്ത അന്തരീക്ഷത്തിൽ കൊണ്ടുപോയി തുറന്നു വെച്ചാൽ അതിന് തണുപ്പാണോ ചൂടാണോ ഉണ്ടാവുക? ചൂട് അല്ലേ? ഇളം ചൂടായിരിക്കും ഉണ്ടാവുക. എന്താ? ഒരു വെള്ളം കൊണ്ടുപോയിട്ട് നമ്മൾ ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നു വെച്ചാലോ? സാധാരണ വെള്ളം എടുത്തു കൊണ്ടുപോയിട്ട് ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ അതിന് ചൂടാ തണുപ്പുണ്ടാവുക? തണുപ്പുണ്ടാവുക. അപ്പൊ ഈ ചൂട് തണുപ്പ് എന്നുള്ളത് നിയതമാണോ എന്ന് ചോദ്യം വരുന്നുണ്ട്. ഭാഷ്യത്തിലുണ്ടേ, നമ്മൾ പറയുന്നതല്ല, ഭാഷ്യത്തിലുണ്ട്. നിയതമാണോ? ചൂട് തണുപ്പ് എന്നുള്ളത് ചൂടിനെ തണുപ്പിനെ സംബന്ധിച്ച് നിയതമാണ്. പക്ഷെ അനുഭവിക്കുന്നവനെ സംബന്ധിച്ച് നിയതമാണോ? അതുകൊണ്ടാണ് പറഞ്ഞത് ചില ആളുകൾക്ക് ഇപ്പൊ ചൂട് എന്നുള്ളത് ചിലപ്പോ ചൂട് എന്നുള്ളത് നല്ലത്. എപ്പോ? തണുപ്പിൽ. തണുപ്പ് സമയത്ത് ചൂട് നല്ലതാണ്, ചൂടുള്ള സമയത്ത് കുറച്ച് തണുപ്പായാലും കുഴപ്പമില്ല. വാസ്തവത്തിൽ അതിന് നിയതഭാവങ്ങൾ ഉണ്ടെങ്കിലും അനുഭവിക്കുന്നവനെ സംബന്ധിച്ച് നിയതമല്ല, അനിയതങ്ങളാണ്. അതേപോലെ സുഖവും ദുഃഖവും മാനവും അപമാനവും നിന്ദയും സ്തുതിയും ചൂടും തണുപ്പും ഏത് തന്നെ മാറി വരുന്ന കാലാവസ്ഥകളായാലും
ജ്ഞാനിയെ സംബന്ധിച്ച് അത് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചൂട് തണുപ്പാണെന്നും തണുപ്പ് ചൂടാണെന്നും ദുഃഖം സുഖമാണെന്നും അർത്ഥമില്ല. പിന്നെന്താണ്? അയാള് അതിനെ രണ്ടായാലും സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഉള്ളുകൊണ്ട് സ്വീകരിക്കുന്നില്ല. അതവിടെ ഇരുന്നോട്ടെ. ഇത് അയ്യോ എന്ന് പറയുമ്പോഴേക്ക് തന്നെ ഉള്ളുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടേ. അതൊക്കെ പ്രക്രിയ എത്ര പെട്ടെന്ന് നടക്കുന്നുണ്ടല്ലേ അല്ലേ? ഒരാള് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ വന്നു വിചാരിക്കാം. ആ ഇഷ്ടപ്പെട്ട ആൾ വരുമ്പോഴേക്കിനെ നമ്മളെ നമ്മൾ പുറത്തായാലും സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളോട് പറഞ്ഞിട്ടുണ്ട്, ഓ വരൂ വരൂ വരൂ, ഒരു സന്തോഷം നമ്മളോട് ജനിക്കുന്നില്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വരുമ്പോ പുറമെ നമ്മളങ്ങനെ പറഞ്ഞാലും ഉള്ളുകൊണ്ട് ഒരകറ്റലില്ലേ? ഇത് ജ്ഞാനിയെ സംബന്ധിച്ചില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ബാഹ്യ സംബന്ധികളാണെന്ന തിരിച്ചറിവിലൂടെ. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ച് സഞ്ചിത കർമ്മം ബാധിക്കുന്നില്ല. സഞ്ചിയിൽ എത്ര ഉണ്ടായാലും എന്ത് വേണം? അല്ലാതെ സഞ്ചിയിൽ നിന്ന് മുഴുവൻ ഒഴിഞ്ഞു എന്ന് പറയരുത്. കാരണം ഈ ജന്മത്തിന് കാരണമായത് പ്രാരബ്ധമായി അനുഭവിച്ചു തീരുന്നുള്ളൂ. ഇനിയും ബാക്കി എത്രയോ ഉണ്ടെങ്കിൽ എനിക്കെന്ത് വേണം? ഞാൻ അപ്പം അതിനു വേണ്ടി ചിന്തിച്ച് പ്രയത്നിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ജന്മജന്മാന്തരങ്ങളായി സഞ്ചയിച്ച സഞ്ചിത കർമ്മങ്ങൾ ഈ ജന്മത്തിന് കാരണമായ പ്രാരബ്ധം അനുഭവിക്കുമ്പോഴും അപ്പോഴും വേവലാതിപ്പെടുന്നില്ല. ഇനി എത്ര ജന്മങ്ങൾ ചത്തുവിറക്കേണ്ടി വന്നാലും കഴിയട്ടെ, കഴിയാതിരിക്കട്ടെ, എന്നാലും അയാൾക്ക് യാതൊരു വേവലാതിയില്ല. എന്തുകൊണ്ട്? പ്രയോജനമില്ല. എന്തെങ്കിലും പ്രയോജനം വേണ്ടേ ചിന്തിച്ചിരുന്നിട്ട്? എത്ര ജന്മങ്ങൾ കഴിഞ്ഞു, എത്ര പ്രാരബ്ധം എത്ര സഞ്ചിതം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കഴിയോ? ആർക്കും കഴിയില്ല. ഇനി എത്ര കഴിക്കേണ്ടി വരും എന്നും അറിയില്ല. പിന്നെ അതിൽ വെറുതെ വേവലാതിപ്പെട്ടിട്ട് എന്ത് കാര്യം? മനസ്സിലായില്ലേ? അതുകൊണ്ട് സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അനന്തകോടി ജന്മാനാം ബീജസംഭൂതം സംയത കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. നിർണയിക്കുകയാണ് അവിടെ ഈ നിർവചനത്തിലൂടെ. എന്താ നിർവചനം? അനന്തകോടി ജന്മാനാം ബീജസംഭൂതം സൻ യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. അനന്തകോടി ജന്മാനം, കോടി ജന്മങ്ങള്, അനന്തകോടി ജന്മങ്ങൾക്ക് മൂലകാരണമായി, ബീജസംഭൂതം എന്ന് പറഞ്ഞാൽ മൂലകാരണമായി, യത് തൻ യത് കർമ്മജാതം പൂർവാർജിതമായ കർമ്മങ്ങളുടെ ഫലമായി നിലനിൽക്കുന്നുവോ അത് സഞ്ചിത കർമ്മം എന്ന് ആരറിയുന്നു? അജ്ഞാനിയല്ല, ജ്ഞാനി. അതുകൊണ്ട് അത് പരിഹരിക്കാൻ അയാൾ മെനക്കെടാറില്ല. മനസ്സിലായില്ല? അജ്ഞാനിയോ? അജ്ഞാനി ഈ ശരീരം തന്നെയാണ്. അയാൾക്ക് വേറെ സഞ്ചിതമില്ല, പ്രാരബ്ധമില്ല, ആഗാമികമില്ല, അതൊക്കെ തന്നെ. ജ്ഞാനിയെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അയാള് വൃഥാ വ്യായാമം ഇല്ല. വ്യക്തമല്ലേ ഇത്? എന്നിട്ട് പറയാണ്, ജന്മത്തിന് കാരണം കർമ്മങ്ങളാണ്. ആണല്ലോ, ജന്മത്തിന് കാരണം കർമ്മമാണ്. കർമ്മം ഇല്ലാതെ അല്ല ജന്മം ഉണ്ടായത്. എത്ര എത്ര ജന്മങ്ങളിലെ കർമ്മഫലം നാം അനുഭവിച്ചു തീർന്നെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ജന്മത്തിന് കാരണം കർമ്മമാണ്. കർമ്മം, സംസ്കാരം, വാസന, കർമ്മം, സംസ്കാരം, വാസന എന്ന് ചക്രീയഗതിയിലാണ് ഈ ചക്രം കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ജന്മത്തിന് കാരണമായ കർമ്മങ്ങൾ ഞാൻ ചെയ്തു പറയാൻ പറ്റുമോ? കർമ്മമാണ് കർമ്മത്തിന്റെ സംസ്കാരം, സംസ്കാരത്തിന്റെ സൂക്ഷ്മവശം വാസന. ആ വാസനയാണ് പുഷ്പത്തിലെ ഗന്ധത്തെ കാറ്റ് അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ അടുത്ത മാറ്റർ എടുക്കാൻ എനിക്ക് കാരണമായത്, അടുത്ത ജന്മത്തിന് കാരണമായത്. എന്താ? ഇത് അറിഞ്ഞായാലും അറിഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്താ? ചിന്തിച്ചറിയും. കാരണം ശൂന്യതയിൽ നിന്നൊന്നും വരുന്നില്ല. ശൂന്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്.
ഉള്ളതേ ഉണ്ടാവുന്നുള്ളൂ. ആൽ വിത്തിൽ ആൽ സൂക്ഷ്മമായി അടങ്ങിയിരിക്കുന്നു. അപ്പൊ സൂക്ഷ്മമായിട്ടുണ്ട് എങ്കിൽ ഇത് ചത്തുപോയാലും സ്ഥൂലദേഹത്തിന്റെ നാശം സൂക്ഷ്മദേഹത്തിന്റെ നാശം ഇല്ലാത്ത കാലത്തോളം അതെന്തായി തീരും? സൂക്ഷ്മദേഹവും കാരണദേഹവും നശിക്കുന്നത് ജ്ഞാനപ്രാപ്തിയിലാണ്. അപ്പൊ ജ്ഞാനികൾക്കല്ലാത്തവർക്കൊക്കെ എന്തുണ്ട്? പുനർജന്മമുണ്ട്. ജ്ഞാനിക്ക് പുനർജന്മമില്ല. ഇനിയിപ്പോ തെറ്റ് പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ഇനി നിൽക്കേണ്ടി വരും. ജ്ഞാനിക്ക് പുനർജന്മമില്ല. ജ്ഞാനി ദേഹത്തിന് പുനർജന്മം ഇല്ലെന്ന് പറഞ്ഞില്ല. അത് ബാലൻസ് ശരിയാക്കിക്കൊണ്ടേയിരിക്കും. അത് ആത്യന്തികമായിട്ടോട്ട് കുറയുന്നുമില്ല, ഒട്ട് കൂടുന്നുമില്ല. ജ്ഞാനിയെ സംബന്ധിച്ച് ഈ ലോകം തന്നെ ഇല്ല. അതുകൊണ്ട് ജ്ഞാനിയെ സംബന്ധിച്ച് ബാലൻസ് ശരിയാക്കലുമില്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരാം. ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ വേദാന്ത ഉത്തരം തരുന്നുണ്ട്. എന്നാൽ ജ്ഞാനി ഒഴിവാക്കിയ കുപ്പായം വേറെ ആരെടുത്ത് ഇടുന്നൊക്കെ ചോദ്യം വരും. ഇത് നല്ലൊരു ചർച്ചയാണ്. ജ്ഞാനി ഒഴിവാക്കിയ കുപ്പായം ഉണ്ടല്ലോ, അത് ആർക്കാ കൊടുത്തു പോവുകയാവോ? അത് കിട്ടിയ തർക്കടിലായിരുന്നു. ഈ കണ്ണൊക്കെ കൊടുക്കണ പോലെ അല്ലേ? നമുക്ക് പിന്നെ ആ ചർച്ചയൊന്നും ഇല്ലാതൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് അല്ലേ, നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവാം സമയം കണക്കാക്കി. പക്ഷെ വേദാന്ത വിദ്യാർത്ഥിയുടെ ചോദ്യം ഇതൊക്കെയാണ്. വെറുതെ അയാൾ വിടില്ല. ആരെ വിടില്ല? പുറമേ ഒരാളല്ല, തന്നെ വിടില്ല. നമുക്ക് അപ്പോഴേക്ക് ടൈം നോക്കും. നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട്, ഇവിടെ എത്താനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉള്ളിന്ന് വിശപ്പ് വരികയായി, അപ്പോഴേക്ക് കഴിഞ്ഞു. നമ്മളെ ചിന്ത അത്രയേ ഉള്ളൂ, നമ്മളെ ജിജ്ഞാസ അത്രയേ ഉള്ളൂ. മറ്റത് വിശപ്പ് വരികയാണെങ്കിൽ വരട്ടെ, ബാക്കി പരിപാടിയോടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ. എൻ്റെ ഏക ലക്ഷ്യം ഇതാണ്, ഞാൻ അതിനാ വന്നത്. ഈ ചിന്ത ഒന്ന് പൂർത്തീകരിക്കട്ടെ, അത് കഴിഞ്ഞേ ഞാൻ എണീക്കുള്ളൂ. ദൃഢനിശ്ചയമാണ്. മറ്റ് ദൃഢനിശ്ചയം അതിനല്ല, മറ്റു പലതിനുമാണ്. അതുകൊണ്ട് ഈ വിളിയുടെ ഉത്തരം കണ്ടെത്താൻ പലരും ശ്രമിക്കാറില്ല. ശ്രമിച്ചാൽ എന്തായി? ഉറപ്പ് ലക്ഷ്യത്തിലെത്തും. ലക്ഷ്യത്തിലെത്തിയോട്ട് മാർഗം പതിവില്ല, ഇല്ലെങ്കിൽ മാർഗമുണ്ട്. അപ്പൊ ചോദ്യം വരാം, അപ്പൊ എല്ലാവരും മാർഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ലക്ഷ്യത്തിലെത്താത്തവരാണോ? അതോടല്ല പറഞ്ഞത്. ലീലാർത്ഥം. ഭഗവാൻ അവതാരമെടുക്കുന്നത് ലീലാർത്ഥം. നമ്മൾ പുനർജന്മം എടുക്കുന്നത് എന്താണ്? മായയുടെ പിടിയിൽ. ഒന്ന് മായയുടെ പിടിയിൽ, ഒന്ന് മായയെ പിടിച്ചിരിക്കുന്നു. രണ്ടും വ്യത്യാസമുണ്ട്. ഇതൊക്കെ മായയാണേ. മറ്റതോ മായന്റെ പിടിയിൽ പിടിച്ചിരിക്കുകയാണ് നമ്മള്. അർജുനനോട് പറഞ്ഞു, ഞാൻ അറിയുന്നു, നിനക്കും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, എനിക്കും ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതെല്ലാം അറിയുന്നു, നീ അത് അറിയുന്നില്ല അർജുന. അറിയാതെ പിടിക്കുന്നത് മായ, അറിഞ്ഞിട്ട് പിടിക്കുന്നത് ലീല. ഒന്നിന് മായ പിടിച്ചു, ഒന്ന് ലീല പിടിച്ചു. ഒന്ന് ലീല അർത്ഥം, അത്രയേ ഉള്ളൂ. ഏത് വേണോ എടുക്കാം. അപ്പൊ ഞാനിക്ക് ഏത് കുപ്പായം എടുത്തിടാം, ഒന്നും തന്റെ കുപ്പായമല്ല. എന്താ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ജന്മത്തിന് കാരണം കർമ്മങ്ങളാണ്. എത്രയെത്ര ജന്മങ്ങളിലെ കർമ്മഫലം നാം അനുഭവിച്ചു തീർന്ന ആർക്കും പറയാൻ വയ്യ. അനുഭവിക്കാതെ ഇനിയും ബാക്കിയിരിക്കുന്ന പൂർവാർജിത കർമ്മങ്ങളാണ് സഞ്ചിതം എന്ന് പേർ ചൊല്ലി വിളിക്കുന്നത്. അനുഭവിക്കാൻ ഇനിയും ബാക്കിയുള്ളതിനെയാണ് സഞ്ചിതം എന്ന് പേർ വിളിച്ചത്. അപ്പൊ സഞ്ചിതല്ലേ? അനുഭവിക്കാൻ എത്ര ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ ഉണ്ട് ഉറപ്പല്ലേ? ഇനി കഴിഞ്ഞോന്ന് നമുക്ക് അറിയില്ലല്ലോ. അതിനെക്കുറിച്ചുള്ള അറിവല്ല അറിവ്, അത് അതിൻ്റെ വഴി നോക്കണം. അതുകൊണ്ട് ഇത് എന്നാ അറിയണ്ടേ? അത് അറിയണം. ഇതല്ലാന്ന് അറിയാനും വേണം അതറിയാം, അല്ലെങ്കിൽ അതാണെന്ന് അറിയും. ജൈ തള്ളാനും വേണ്ടേ, കൊള്ളാനും വേണ്ടേ, അറിയാം. വിദ്യയും അവിദ്യയും അറിയുന്ന ആളാണ് ജ്ഞാനി, അല്ലേ? ഭഗവാൻ എന്നുള്ള വാക്കിന്റെ നിർവചനം ഇല്ലേ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നില്ലേ? ആചാര്യസ്വാമികൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഭാഷ്യത്തിൽ അത് പറയുന്നുണ്ട്. ഭഗം യസ്യ അസ്തി ഇതി ഭഗവാൻ ഉൽപ്പത്തിം പ്രളയം ജൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ്വവാച്യോ ഭഗവാൻ ഇതി എന്ന്. അതുകൊണ്ട് വിദ്വാൻ അറിവുള്ളവന് അറിവ് മാത്രമല്ലേ ഉള്ളൂ, മറ്റുള്ളവരുടെ അറിവുകേടും അറിയാം, അവിദ്യയും അറിയാം. രണ്ടും അറിയണം.
പന്ത് കളിയിൽ റഫറി ആവണമെങ്കിൽ കളിക്കുന്നവനെ വേറെ കളി അറിയണം. ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഒരാളുടെ വിഷമങ്ങളെ അറിയണമെങ്കിൽ എന്ത് വേണം? അയാളുടെ തലം മനസ്സിലാക്കണം. അല്ല ജ്ഞാനിയുടെ തലത്തിൽ മാത്രം അയാൾ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് മറ്റൊരാളുടെ പ്രശ്നം അറിയില്ല. അങ്ങനെയല്ലേ? ജ്ഞാനിക്ക് എല്ലാവരുടെ തല ഏതോ തരത്തിലാണെന്ന് അറിയണ്ടേ? ഏതൊരു തരത്തിലാണ് ഒരാൾ ഇരിക്കുന്നത്, അയാൾ എന്തിന്റെ പേരിലാണ് വിളിച്ച് വാവിട്ട് കരയുന്നത്, ഒരാൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഏത് തലത്തിലാണ് കർമ്മം ചെയ്യുന്നത്, അത് വൈദികമാവട്ടെ ലൗകികമാവട്ടെ, അറിയണ്ടേ? അറിയാതെ എങ്ങനെ? നമ്മളിപ്പോ ജ്ഞാനിയുടെ അടുത്ത് പോയി നമസ്കരിച്ചു, ഗുരു എനിക്ക് അങ്ങനെ വിഷമമുണ്ട് ഇങ്ങനെ വിഷമമുണ്ട് എന്ന് പറയുമ്പോ ആ വിഷമത്തിന് പരിഹാരം നിർദ്ദേശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കുന്നതിലുപരി സാന്നിധ്യം കൊണ്ട് തന്നെ അത് പരിഹൃതമാകുന്നു. അങ്ങനെയാണല്ലോ സത്യം. അതെങ്ങനെയാ? ഒരറിവുള്ള ഒരാളെടുത്ത് നമ്മൾ പോയിട്ട് പറയുകയാണ് എൻ്റെ വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടിയാ പോയത്. പോകുന്ന മാത്രയിൽ തന്നെ വിഷമങ്ങൾ അല്ലാതാവും. ഇനി ബാക്കി വല്ലതും ശേഷിപ്പുണ്ടെങ്കിൽ അതും ഇല്ലാതാവും. അതൊക്കെ അയാളെ ഏറ്റെടുക്കുകയാണെങ്കിൽ അയാൾ മഹാഭാവി ആയിത്തീരും. നമ്മളതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ ചില ധാരണ കണ്ടിട്ടോ ചിലരതുകൊണ്ട് നമസ്കരിക്കാൻ പോലും അനുവദിക്കില്ല. അങ്ങനെയുണ്ട്. വടക്കേന്ത്യയൊക്കെ പോയി കഴിഞ്ഞതൊക്കെ കാണാം, ഈ വേഷം കെട്ടലൊക്കെ കാണാം. അഥവാ നമസ്കരിച്ചാൽ അയാളുടെ വാപറ്റ് എൻ്റെ മേലേക്ക് കയറിക്കൂടുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. മേലേക്ക് ദേഹത്തിക്കേ അവിടെ അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത്, അപ്പൊ ആ പാപം ഏറ്റെടുക്കുകയാണോ? ഏറ്റെടുക്കല്ല, സാന്നിധ്യം മാത്രം കൊണ്ട് ഇല്ലാതാവും. സാന്നിധ്യം മാത്രം കൊണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഈ പരിഹാരം നിർദ്ദേശിക്കുന്നത് എങ്ങനെയാ? കുറെ മരുന്ന് എഴുതി കൊടുത്തിട്ടാണോ? അല്ല, കേവലം ഒരു പുഞ്ചിരി കൊണ്ടാവും. അർജുനനെ ഭഗവാൻ ഉണർത്തിയത് പ്രഹസൻ ഇവ ഭാരത, ചിരിച്ചവനെ പോലെ എന്നാ പറഞ്ഞത്. പ്രഹസൻ ഇവ എന്നാ പറഞ്ഞത് ഭാഷ്യത്തില്, അല്ലേ? എന്താ പ്രഹസൻ ഇവ എന്ന് പറഞ്ഞാല്? തിരിച്ചു തള്ളിക്കളഞ്ഞു എന്നല്ല പറഞ്ഞത്, തിരിച്ച് പരിഹസിക്കുകയല്ല ചെയ്യുന്നത് ജ്ഞാനികള്. എന്നാ കരയുമല്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നൂല്ലേ, കഷ്ടം തന്നെ, പ്രാരബ്ധം തന്നെ എന്ന് പറഞ്ഞ് നമ്മളെ ദുഃഖത്തിൽ പങ്കുചേരല്ല ജ്ഞാനികൾ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? പ്രഹസൻ ഇവ, തിരിച്ച് കളിയാക്കുകയും അല്ല ചെയ്യുന്നത്. പിന്നെന്താ? ചിരിച്ചവൻ എന്ന പോലെ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഒരു ജ്ഞാനിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ദുഃഖത്തിൽ നമ്മൾ സാധാരണക്കാരൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുക, ആകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രോഗാദി ക്ലേശങ്ങളൊക്കെ കൊണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ അടുത്ത് പോയിട്ട് താടിക്ക് കയ്യും കൊടുത്ത് നമ്മളും പറഞ്ഞു എന്താ ചെയ്യാല്ലേ, പ്രാരബ്ധമല്ലേ, അനുഭവിക്കല്ലാതെ വഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒപ്പം അപ്പൊ ഒന്നുകൂടി ദുഃഖം വർദ്ധിക്കും. എന്നാൽ ജ്ഞാനികള് പോയിട്ട് അങ്ങനെ അല്ല ചെയ്യുന്നത്. പിന്നെന്താ അവർ ചെയ്യുന്നത്? ചിരിച്ച് പരിഹസിക്കുക, കളിയാക്കുക, അതും അല്ല ചെയ്യുന്നത്. പിന്നെന്താ? അത് ഇടയ്ക്കൊന്നുണ്ട്. അതെന്താ? അതാണ് പ്രഹസന്നീവ ഭാരത. അത് പറയാൻ വയ്യ, നിർവചിക്കാൻ വയ്യ. പക്ഷെ ആ പുഞ്ചിരി കൊണ്ടുണ്ടല്ലോ പ്രശ്നം അല്ലാതാവും, ഇല്ലാതാവുകയല്ല. വ്യക്തമാണല്ലോ? പ്രശ്നം അല്ലാതാവുകയാണ്, ഇല്ലാതാവുകയല്ല. അതുകൊണ്ടാണ് അവരുടെ തലം മനസ്സിലാക്കിയിട്ടാണ് ഒരു ജ്ഞാനി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത്. ഇത് ജ്ഞാനിയുടെ തലം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിലും തന്നെയാട്ടോ. ഉപവേദമായ ആയുർവേദത്തിൽ എങ്ങനെയുണ്ട്? രോഗത്തിനല്ല ചികിത്സ, രോഗിക്കാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. രോഗത്തിനല്ല ചികിത്സ, രോഗിക്കാണ്. അയാളുടെ തലം മനസ്സിലാക്കിയിട്ടാണ്. അയാളുടെ സ്ഥൂല ദൃക്കാണെങ്കിൽ അയാളോട് അതിനനുസരിച്ച് ഉപദേശിച്ചു കൊടുക്കണം. സൂക്ഷ്മ ദൃക്കാണെങ്കിൽ അതിനനുസരിച്ച് വേണം. സൂക്ഷ്മങ്ങളായ തലങ്ങളിൽ നിന്ന് ആ ഒരു തലത്തിനനുസരിച്ച് വേണം അയാളെ ഉയർത്താൻ. എന്താ? അങ്ങനെയല്ലേ? ഇത് വേദാന്തത്തിന്റെ പരം തലമാണ്, ഇതിന്റെ അപ്പുറത്തൊന്നുമില്ല. അതാണ് മുക്തിയുടെ ആ ഒരു തലത്തിലേക്ക് അവിടെ എത്താൻ നേരത്തുള്ള ആവരണം മാറ്റലാണ്. ഇനി പറയാണ് പ്രാരബ്ധ കർമ്മക്കും ചെയ്ത്. പ്രാരബ്ധ കർമ്മം എന്താണെന്ന് വെച്ചാൽ ചിലർ പ്രാരാബ്ദം എന്നൊക്കെ പറയാറുണ്ട്. പ്രാരാബ്ദം അല്ല, പ്രാരബ്ധം എന്നാണ്. പ്രകൃഷേണ ആരഭ്യതേ ഇതി പ്രാരബ്ധം. പ്രകൃഷേണ നല്ലതുപോലെ ആരംഭിക്കപ്പെട്ടത്, തൊടുത്തുവിടപ്പെട്ടത്, അതായത് ഇപ്പൊ അനുഭവിക്കുന്നത്. നാളെ പറഞ്ഞു, ഒരു പട്ടിയാണെന്ന് വിചാരിച്ചു, ഒരു കല്ലെടുത്തെറിഞ്ഞു,
പട്ടി മാറി ഒരു കുട്ടിയായി. അയ്യോ കല്ലേ കൊള്ളല്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കുട്ടിയെ അല്ല എറിഞ്ഞ്, ഞാൻ പട്ടിയെയാണ് എറിഞ്ഞ്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കർമ്മം ചെയ്യാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലത്തിൽ നീ അധികാരിയല്ല. ഫലത്തെ തിരുത്താൻ ആരാലും സാധ്യമല്ല. എങ്കിൽ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് ഫലരൂപത്തിലാണ്. ഈ ഫലരൂപത്തെ തിരുത്താൻ പറ്റുമോ? പറ്റില്ല. എങ്കിൽ ആ ഫലരൂപത്തെ പറയുന്ന പേരാണെന്ത്? പ്രാരബ്ധം. ഇത് ആരംഭിക്കപ്പെട്ടതാണ്. ആ കല്ല് അവിടെ നിന്ന് തൊടുത്ത് വിട്ടു, ഇനി അത് കൊള്ളുക എന്നുള്ള നിയതിയുടെ നിയമമാണ്. അവിടെ ഇനിയിപ്പോൾ ഇതിൽ വരുന്നതൊക്കെ അനുഭവിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല, വേറെ ഒരു പോംവഴിയില്ല. ഇനി തിരുത്താം. എന്ത്? അടുത്തേല് വരാതിരിക്കാൻ ഇനി പറക്കണതിനെ പിടിക്കാഞ്ഞാൽ മതി, ആഗാമികത്തെ വലിച്ചു വെക്കാഞ്ഞാൽ മതി. അത്രയല്ലേ ചെയ്യാൻ പറ്റൂ. അടുത്തതിൽ ഇനി വരുന്നതിൽ നോക്കാമെന്നല്ലാതെ ഫലരൂപത്തിൽ വന്നതിനെ എങ്ങനെ തിരുത്താൻ പറ്റും? അത് വയ്യ. തൊടുത്ത് വിടപ്പെട്ടത് അത് നടക്കും, അതിൽ തിരുത്തൽ വരുത്താൻ വയ്യ. അതുകൊണ്ട് സുഖമായിട്ട് എന്ത് അനുഭവിക്കുക. ആരുടെയും തലേക്ക് കെട്ടിവെക്കുന്നില്ല കേട്ടോ. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താ വിലാപരഹിതം തിരിച്ഛാസ ശുഭാമത. സാധാരണ ആള് എന്താ ചെയ്യാ? സഹിക്കും. പ്രാരബ്ധമല്ലേ, സഹിക്കാം. പ്രാരബ്ധം എന്നുള്ളത് അയാൾക്കൊരു അധര വ്യായാമം എന്നോണമാണ് ഉപയോഗിക്കുന്നത്. അയാളും പറയുന്നുണ്ട് പ്രാരബ്ധമാണ്. സാധാരണ ലൗകിക രീതിയാ പറയാറുണ്ട് പ്രാരബ്ധം അനുഭവിക്കല്ല എന്താ വഴി. പക്ഷെ പ്രാരബ്ധമാണെങ്കിൽ പ്രാരബ്ധമാണെന്ന് തിരിച്ചറിവുള്ള ജ്ഞാനി അനുഭവിക്കുന്ന പോലെയാണോ ആ പറയുന്നവർ അനുഭവിക്കുന്നത്? ആണെങ്കിൽ താടിക്ക് കയ്യും കൊടുത്ത് വിധിയെ പഴിച്ച് കഴിയുന്നില്ല. ആണെങ്കിൽ അതിന് കാരണമായ നിമിത്തങ്ങളെ പഴിച്ചു കഴിയുന്നില്ല. അയാൾ കാരണമാണ് എനിക്കിങ്ങനെ വന്നത്, ഇയാൾ കാരണമാണ് എനിക്കിങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഈശ്വര വിധി, ഇത് രണ്ടുമില്ല. അങ്ങനെ ആർക്ക് സഹിക്കാൻ കഴിയുന്നുവോ അതാണ് ഏത്? പ്രാരബ്ധം. വ്യവഹാരത്തിൽ പ്രാരബ്ധ ശബ്ദം ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ? എല്ലാരും പറയുന്നല്ലേ പ്രാരബ്ധ ശബ്ദം? ഇതൊക്കെ പ്രാരബ്ധമാണ്. പ്രാരബ്ധമാണെങ്കിൽ ബാക്കിയുള്ളതും കൂടി ശരിയാവും. ഏത്? പ്രാരബ്ധമാണെന്ന് വ്യക്തമായി അറിയുമെങ്കിൽ എന്ത്? ഈശ്വരനെയും പഴിക്കണില്ല, ഈശ്വര വിധി എന്ന് പറഞ്ഞിരിക്കുന്നില്ല, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നില്ല, ഇനി ചെയ്യേണ്ടത് ധൈര്യമായിട്ട് ചെയ്യുന്നു. യാതൊരു കാപട്യവുമില്ലാതെ പിന്നെയും കർമ്മങ്ങൾ ചെയ്യുന്നു. ഏത്? സത്കർമ്മങ്ങൾ. ചെയ്യേണ്ടത് ചെയ്യുന്നു. ചെയ്യേണ്ടത് ചെയ്യുന്നതിനെയാണ് സത്കർമ്മം, കർമ്മം എന്ന് പറയുക കേട്ടോ വേദത്തില്. അല്ലാതെ കർമ്മം തന്നെ വിളിക്കില്ല കേട്ടോ. അപ്പൊ കർമ്മം ചെയ്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അയാള് സത്കർമ്മം ചെയ്തു എന്നർത്ഥം. അപ്പൊ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. എന്തിനു വേണ്ടിയാ കർമ്മം ചെയ്യുന്നത്? കർമ്മം ചെയ്യുന്നത്, സത്കർമ്മം എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ഉപരി തലത്തിലേക്ക് തിരിച്ചറിവുള്ള ആൾ. അത് ഏതാണ് ഉപരിതലം? ഏതാണ് ആ പരിസമാപ്തി? ആ ശ്രമം ഏതാണ്? ആ പരിസമന്താത്, ലക്ഷ്യപ്രാപ്തി വരെ പരിപൂർണമായും എന്നൊക്കെ ശ്രമം ചെയ്യാനുള്ള അവസ്ഥ. ലക്ഷ്യപ്രാപ്തി വരെ അയാൾ ചെയ്യേണ്ടത് ചെയ്യുന്നവനാണ്. പ്രാരബ്ധ അല്ലേ, ഇനി എന്താ ഇപ്പൊ ചെയ്യാന്ന് ചോദിച്ച് അയാൾ ഇപ്പൊ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നില്ല, ആരെയും പഴിചാരുന്നില്ല. ഇത്രയും ആയാൽ തന്നെ എന്തായി? അയാൾ നന്നായി, അയാളൊരു മഹാത്മാവായി. ആരുടെ തലയിലേക്കും തൻ്റെ പ്രശ്നങ്ങളെ കെട്ടിവെക്കുന്നില്ല, തൻ്റെ വിഴുപ്പ് കാണ്ടത്തെ ആരുടെ തലയ്ക്കും കൊടുക്കുന്നില്ല. എങ്കിൽ തന്നെ അയാളുടെ ജീവിതം എന്തായി? പാവനം, പവിത്രമായി ഇല്ലേ? അയാളെ നമുക്ക് വിളിക്കാം എന്ത്? മഹാത്മാവാട്ടോ. അയാൾ ആർക്കും ഒരു ദോഷം ഇല്ല. എന്തുകൊണ്ട്? ദോഷം വരിക എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ തന്നെ മതി. അയാൾ കാരണം, ഇയാൾ കാരണം, ഈശ്വരൻ കാരണം, മറ്റേ കാരണം, മറിച്ച് കാരണം ആണ് ഞാൻ ഇങ്ങനെ വന്നത്, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം, അതുകൊണ്ട് ഞാൻ എനിക്ക് വരാൻ കാരണം അവരൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നു. അവിടെ ഒന്നിനൊന്നും കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ കൊടുത്തതാണ് ഞാൻ വരുന്നത്, എനിക്ക് കിട്ടുന്നത്.
ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ പൂർവാധിക ശക്തിയോടുകൂടി അത് എത്ര പ്രാവശ്യം പറയുന്നു അത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ ഉറപ്പിക്കും, ഞാൻ ചീത്തയായി ചെയ്യും. അങ്ങനെയല്ലേ? നാമം ജപിക്കുമ്പോൾ ശക്തി ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ തിരിച്ചു ചെയ്യുമ്പോഴും ശക്തി ഉണ്ടാവട്ടെ. 10 നാമം ജപിക്കുന്നതിലേറെ 100 ചീത്ത കാര്യങ്ങളെ ചിന്തിക്കാൻ പോയാൽ അയാൾ ഏതിലാവും കേമനാവുക? കാരണം നാമം ജപിക്കുന്നതിലേറെ ഉറപ്പിച്ചിട്ടുണ്ടാവും മറ്റതേ. അവൻ മോശമാണ്, അവൾ മോശമാണ്, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അവരത് ചെയ്തുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ആവണത്. ഒരു വൈദിക കർമ്മം ചെയ്യുന്ന സമയത്ത് പോലും, ഒരു വഴിപാട് ചെയ്യുന്ന സമയത്ത് പോലും വിധിയുണ്ട്. അത് ചെയ്യുന്ന മാത്രയിൽ ഇത് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ, അതായത് പ്രായശ്ചിത്തമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്ത തെറ്റിന്റെ പരിഹാരം എന്ന് വിചാരിക്കുക. ഒരു പരിഹാര കർമ്മം ചെയ്യുക. അപ്പൊ ചെയ്യുന്ന സമയത്ത് അയാൾ വിചാരിക്കുക ഇത് തെറ്റിൻ്റെ അടുത്ത് തന്നെയാട്ടോ എന്ന് അയാൾക്ക് ചിന്ത വന്നു വിചാരിക്കുക. അയാൾ ആ ചെയ്യുന്ന ഹോമം പൂർത്തിയായി. പിന്നെ ചെയ്യുന്നത് അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അത് കഴിഞ്ഞു, സാഫല്യമായി. അല്ല, അപ്പോഴും അയാൾ വിചാരിക്കുന്നത് ചെയ്ത് കഴിയാൻ നേരത്തും കഴിഞ്ഞപ്പോഴും അയാൾ വിചാരിക്കുന്നത് ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ കാരണമാണ്, അല്ലെങ്കിൽ അമ്മ കാരണമാണ്, അല്ലെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ തെറ്റ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ അത് പൂർത്തിയാവുന്നില്ല. പശ്ചാത്താപം പാപപരിഹാരം തന്നെയാണ്. പക്ഷെ പശ്ചാത്താപം എന്നുള്ളത് വേറൊരു സ്ഥലത്ത് തട്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ അയാൾ കാരണം എന്ന് പറയുകയാണെങ്കിൽ പശ്ചാത്താപാവുമോ? അപ്പോഴും ഞാൻ ചെയ്ത തെറ്റല്ല ഞാൻ അനുഭവിക്കുന്നത്, വേറെ ആരെങ്കിലും ചെയ്തതാ. വേറെ ആരെങ്കിലും ചെയ്ത തെറ്റ് ഞാൻ എങ്ങനെ അനുഭവിക്കുമോ? അച്ഛൻ ചെയ്ത തെറ്റ് കൊണ്ട് ഞാൻ എങ്ങനെ അനുഭവിക്കും? ഞാൻ കഴിച്ചാൽ തന്നെയല്ലേ എനിക്ക് വിശപ്പ് മാറൂ? ഞാൻ ഭക്ഷണം കഴിച്ചാലല്ലേ എനിക്ക് വിശപ്പ് മാറൂ? എങ്കിൽ ഞാൻ ചെയ്ത കർമ്മം തന്നെയല്ലേ എൻ്റെ ഇന്നത്തെ ഇരുത്തത്തിന് കാരണം ഞാൻ ചെയ്ത കർമ്മം തന്നെയല്ലേ? അത് എനിക്കിഷ്ടമല്ലാത്തതാണെങ്കിൽ അത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ കുറ്റം പറയൽ നിന്നില്ലേ? അപ്പൊ അയാൾ നന്നായില്ലേ? കുറ്റം പറയലെന്നല്ല, ചിന്തിക്കുന്ന പോലുമില്ല. അതാണ് അനുഗ്രഹ ബുദ്ധി. അങ്ങനെയുള്ള മഹാത്മാക്കള് ജീവിതം തന്നെ അനുഗ്രഹമല്ലേ? അല്ലാത്തവരുടെ ജീവിതം ഇനിയിപ്പോ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും പ്രവർത്തിക്കണം എന്ന് തോന്നിയാൽ തന്നെ അത് നിഗ്രഹമല്ലേ? ശാപമല്ലേ? അയാൾക്ക് വരുന്ന സർവ്വ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും അയാൾ ആരെ പഴിചാരുന്നത്? തൻ്റെ ചുറ്റുപാടിനെ, തൻ്റെ സമൂഹത്തെ. അത് അനുഗ്രഹ ബുദ്ധിയാണോ? അല്ല. ഇതറിഞ്ഞ ഒരാളുടെ ജീവിതം തന്നെ അനുഗ്രഹ ബുദ്ധിയല്ലേ? അയാൾ ഒന്നിനെയും പഴിചാരുന്നില്ലല്ലോ. എല്ലാം നന്നായി വരട്ടെ എന്നല്ലേ? തന്നോട് അപ്രിയം ചെയ്ത ഒരാളോട് പോലും എന്താ ഒരു ജ്ഞാനിയുടെ ചിന്ത? എന്താവും ചിന്ത? നന്നായി വരട്ടെ എന്നല്ലേ ഉണ്ടാവുക. കാരണം താൻ ആ അപ്രിയം ചെയ്തത് കൊണ്ടാണ് എനിക്കത് ബോധമുണ്ടായത്. അല്ലേ? എന്ത് ചെയ്താലും, മറ്റുള്ളവർ എന്ത് ചെയ്താലും അതുകൊണ്ടല്ല ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. പിന്നെന്താ? അതുകൊണ്ടൊക്കെ എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അത് ചിന്തിച്ചു നോക്കൂ. അല്പം ചിന്തിച്ചാൽ മനസ്സിലാവില്ല അല്ലേ? അന്വയ വ്യതിരേകേണ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു എങ്കിൽ അതിന് അവരോട് നമുക്ക് വിരോധം ഉണ്ടാവണോ? ആ ആ ആ അതെ, പഠിക്കാൻ പാടില്ല. ജ്ഞാനി പഠിക്കില്ല, അയാൾ അജ്ഞാനിയാണ്. സാഹചര്യം അയാളെ കേടുവരുത്തില്ലല്ലോ. അതല്ലേ നമ്മളെ തിരിച്ചറിവിടെ. ഒരു സാഹചര്യം അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുകൂലമായ സാഹചര്യത്തിൽ നന്നാവാൻ ഏത് മൂഢനും കഴിയും. പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി തീർക്കാനാണ് ശാസ്ത്രം. മനസ്സിലായില്ല? ഒക്കെ ഉണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ആ സ്വാധീന ശക്തികളെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയും. അതൊക്കെ ശരീര സംബന്ധികളോ സൂക്ഷ്മത്തിലേക്ക് എത്തില്ല. സ്ഥൂലമായിട്ടല്ലേ പറയാൻ പറ്റൂ. ബുദ്ധിയെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ബുദ്ധിയല്ലേ, ഞാൻ ബുദ്ധിയല്ലല്ലോ.
അതൊക്കെ ലോക ജീവിതത്തിൽ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ചിന്തിക്കുന്നത് ഞാൻ ശരീരമല്ല. അതെ, അതൊക്കെ ഉണ്ട്. പാരമ്പര്യം, പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചതുണ്ട്. അതെ, ആയിക്കോട്ടെ. അതൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഏതുവരെ? ജ്ഞാനപ്രാപ്തി വരെ. ഈ സംസാരത്തിലേക്ക് ഇറങ്ങി വരാൻ കാരണമായ ഈ ദേഹം തന്നെയാണ് അച്ഛനമ്മമാര് എനിക്ക് തന്ന പിതൃസ്വത്ത്. ഈ പിതൃസ്വത്ത് ഉപയോഗിച്ചിട്ട് ആണ് ഞാന്, അല്ലെ, അത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് നന്ദികേട് കാണിക്കരുത്. ഈ സംസാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചത് ആർപ്പ് കഴിഞ്ഞ് അവസാനം തുളച്ച തോളയാണ്, മൂർധാവ്. മറ്റത് പൊക്കിൾ ബന്ധമാണെങ്കിൽ, നാഭി ബന്ധമാണെങ്കിൽ ഇതാണ്. അതും ഏതുവരെ എന്നെ എത്തിക്കും? ആ സാഹചര്യം ഏതുവരെ എന്നെ എത്തിച്ചു? ബുദ്ധിയുടെ തലം വരെ എത്തുന്നുള്ളൂ. ബുദ്ധിയുടെ തലത്തിന് ഉപരി എത്തിക്കഴിഞ്ഞാൽ പറയാൻ വയ്യ, പറയാൻ പിന്നെ വാക്കുകളില്ല. എങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾ ഒന്നിനെയും പഴിചാരുന്നില്ല എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് മഹാത്മാവെന്ന് വിളിക്കാം എന്നാ പറഞ്ഞത്. മഹത്തായ ആത്മാവിനെ ദർശിച്ച ആളെ മഹാത്മാവെന്ന് വിളിക്കാം. അതെ, അയാൾക്ക് മനസ്സില്ല. മനസ്സെന്നല്ലാതെ അയാൾക്ക് വെറുതെ അനുഗ്രഹ ബുദ്ധിയുള്ളൂ. സന്യാസി ചതിക്കൂ എന്നോ എന്ന് പറഞ്ഞാൽ, സന്യാസി പറഞ്ഞാൽ ജ്ഞാനം സന്യാസ ലക്ഷണം എന്നാട്ടോ പറഞ്ഞ. കാവ്യ സന്യാസ ലക്ഷണം എന്ന അർത്ഥത്തിൽ എടുക്കരുതേ. വേദം പറഞ്ഞത് ജ്ഞാനം സന്യാസ ലക്ഷണം എന്നാണ്. പരമാർത്ഥ ജ്ഞാനം, അതാണ് സന്യാസത്തിലെ ലക്ഷണമായിട്ട് പറഞ്ഞത്. സന്യാസത്തിന്റെ ചിഹ്നമായിട്ട് കാഷായോ തലമുണ്ടനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സന്യാസത്തിന്റെ ലക്ഷണമായിട്ട് പറഞ്ഞത് ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള സന്യാസി ആരെങ്കിലും ശപിക്കുമോ? ശപിക്കുന്നുണ്ടെങ്കിൽ അയാൾ സന്യാസി അല്ല. ബ്രാഹ്മണൻ ശപിക്കില്ല. ശപിക്കുന്നുണ്ടെങ്കിൽ അയാൾ ബ്രാഹ്മണനല്ല. ബ്രാഹ്മണൻ ശപിക്കില്ല, സന്യാസി ശപിക്കില്ല. ഒരിക്കലും അല്ല. അത് ഒന്നും കൂടി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അനുഗ്രഹമാണെന്ന്. ദുർവാസ മഹർഷി പോലും ശപിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും. ഏത് ശാപം നോക്കിക്കോളൂ, അനുഗ്രഹം അല്ലേന്ന്. അത് ശാപമാണെന്ന് പറഞ്ഞാൽ ശിഷ്യോപകാരാർത്ഥം, ലോകോപകാരാർത്ഥം ജ്ഞാനി മുഖത്ത് നോക്കി തന്റെ ശിഷ്യന്മാരെ അങ്ങേയറ്റം പലതും പറയുന്നുണ്ട്, നല്ല ശിക്ഷയും കൊടുക്കുന്നുണ്ട്, നല്ലോണം ശിക്ഷിക്കുന്നുണ്ട്. അതൊക്കെ അവരോടുള്ള വെറുപ്പുകൊണ്ടല്ല, അവർക്ക് അനുഗ്രഹമാണെന്ന് അവർക്കും അറിയാം. ഇതറിയാത്തവർ ചിലപ്പോൾ പറഞ്ഞേക്കാം അയാൾ എന്നെ ശപിച്ചു. ഗാന്ധാരി മാതാവിന് ശപിക്കാൻ കഴിഞ്ഞിട്ടില്ല കൃഷ്ണനെ. കഴിഞ്ഞോ? കല്ലായിട്ടില്ല കേട്ടോ. വാൽമീകി രാമായണം വായിച്ചാൽ കല്ലായിട്ടില്ല. കല്ലായാൽ പിന്നീട് മനുഷ്യനാവൂല. കല്ലിനെ ആശ്രയിച്ച് കിടന്നേ പറഞ്ഞുള്ളൂ വാൽമീകി രാമായണം. അത് 24,000 ചുരുക്കിയപ്പോ ചില അപാകതകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കല്ലായിട്ടില്ല. കല്ലിനെ ആശ്രയിച്ച് കിടന്നു, അത് നല്ലതല്ലേ. ഇനി പട്ടുമത്തയിലൊന്നും കിടക്കണ്ട. ബ്രഹ്മചാരിയുടെ ഫലത്തില് കല്ലിനെയൊക്കെ അല്ലേ, കല്ലുമിലൊക്കെ കിടന്നാൽ മതി. കഠിനമായി കുറച്ച് തപസ്സൊക്കെ ചെയ്യണം. അപ്പൊ ഒന്ന് പരിശുദ്ധമായിട്ട് നീ പഴയ അഹല്യായി തീരും. അതെ, ചില പട്ടുമെത്തയിലും അല്ല അങ്ങനെ ഡോറഫെക്സ് കിടക്കയിലൊക്കെ കിടക്കുമ്പോ അല്ലേ, ചിലപ്പോ ചില അശുദ്ധം കാമസങ്കല്പം ഉണ്ടായി എന്ന് വരാം. അതൊന്ന് ഇല്ലാതാക്കാൻ ചെറിയൊരു തപസ് കൊടുത്തു. എന്താ? അശുദ്ധം കാമസങ്കല്പം ശുദ്ധം കാമവിവർജിതം. നമ്മൾ പറയുന്ന ശുദ്ധാശുദ്ധങ്ങളല്ല ഋഷിമാര് കണ്ടത്. അവർക്ക് ഒന്നേ അറിയുള്ളൂ, എന്താണ് ശുദ്ധം, എന്താണ് അശുദ്ധം. എന്താണ് ശുദ്ധം? ശുദ്ധം എന്ന് പറഞ്ഞാൽ കാമവിവർജിതമായ അന്ധക്കരണം ആർക്കുണ്ടോ അത് ശുദ്ധം. ഏതൊരാളാണോ കാമനകളുടെ വേലിയേറ്റത്തിലിരിക്കുന്നത് അയാൾ അശുദ്ധി. അല്ലാതെ ശുദ്ധാശുദ്ധങ്ങൾ അവർക്ക് അറിയില്ല. പുലയും വാലായ്മയും തൊട്ടുകൂടായ്മയും വേണ്ടിക്കൂടായ്മയും ഒന്നും ശുദ്ധാശുദ്ധങ്ങളായിട്ടൊന്നും അവർ പറഞ്ഞില്ല. പിന്നെ എന്തേ ഉള്ളൂ? അവർക്ക് അറിയുന്ന ശുദ്ധി അശുദ്ധി ഇതേ ഉള്ളൂ. ഏത്? അശുദ്ധം കാമസങ്കല്പം ശുദ്ധം കാമവിവർജിതം. അതുകൊണ്ട് ശപിച്ചിട്ടില്ല. ശപിക്കുന്നുണ്ടെങ്കിൽ
ഇനി ദുർവാസന്മാർ ഋഷിയോ മന്ത്രദ്രഷ്ടാരഹ, അവർ മന്ത്രത്തെ ദർശിച്ചവരാണ്. ഋഷിമാരും സന്യാസിമാരും ഒന്നല്ലല്ലോ, അതുമല്ല കേട്ടോ. സന്യാസിയും ബ്രാഹ്മണനും എന്തായാലും ശ്രമിക്കില്ല. ശമം, ദമം, തപസ് എന്നിവ ആരുടെ സമ്പത്താണോ അയാളാണ് ബ്രാഹ്മണൻ. അയാൾ അസൂയപ്പെടുകയുമില്ല. ഇന്ന് ബ്രാഹ്മണന്മാര് എന്ന് പറയുന്നവർ അസൂയപ്പെടുന്നുണ്ട്. കാരണം ആ ബ്രാഹ്മണന്മാർ പൂജയ്ക്ക് വരുന്നത് ഞങ്ങൾ അനുവദിക്കില്ല. തെറ്റ്. അസൂയ ബ്രാഹ്മണന് ചേർന്നതല്ല. അയാൾ ബ്രാഹ്മണനല്ല. ആരാച്ച വരട്ടെ, സ്വയം തപസ് അനുഷ്ഠിക്കും, സ്വയം ബ്രാഹ്മണത്വത്തിലേക്ക് ഉയരും. മറിച്ച് ആരെയും വഴികാരില്ല. ബ്രാഹ്മണനാണെങ്കിൽ, സന്യാസിയാണെങ്കിൽ. എന്താ, അത്രേ ഉള്ളൂ. ഏതായാലും ഇവിടെ സഞ്ചിതകർമ്മം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ പറയാനുള്ളത്? ഇനി പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, പ്രാരബ്ധകർമ്മം. അതും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്താ പറയാനുള്ളത്? സഞ്ചിതകർമ്മ ബ്രഹ്മൈവാഹം ഇത് നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. ഞാൻ ബ്രഹ്മം തന്നെ. ഇനി എന്താ അറിയാനുള്ളത്? ഞാൻ ബ്രഹ്മം തന്നെ എന്ന് സംശയരഹിതമായി അറിയുന്നതോടെ സഞ്ചിതകർമ്മങ്ങൾ നശിക്കുന്നു. ജ്ഞാനിക്ക് ആത്മാ എന്തെന്നും ദേഹം എന്തെന്നും വിവേചിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് അനാത്മബുദ്ധി ഇല്ലാതാകും. അതോടെ കർത്തൃത്വഭാവവും ഇല്ലാതാകും. പിന്നെയോ ആഗാമി കർമ്മവും ജ്ഞാനത്താൽ നശിക്കുന്നു. എങ്കിലും ആഗാമി കർമ്മങ്ങൾക്ക് താമര ഇതളിൽ നിൽക്കുന്ന ജലം എന്ന പോലെ ജ്ഞാനിയുമായി സംബന്ധം ഇല്ല. നല്ല ഉപമയാണ് കൊടുത്തത്. ഇത് താമര ഇലയിലുള്ള വെള്ളം പോലെ. അതവിടെ നിൽക്കുമ്പോഴും അത് ഇലയുമായി ചേരുന്നില്ല. അത് അപ്പോഴും വേറിട്ടിട്ട് തന്നെയാണ്. ചെറിയൊരനക്കം മതി അത് കൊഴിഞ്ഞു ചാടാൻ, അല്ലേ? ഇതുപോലെ ഇതിനെ വേറെയും പറയാറുണ്ട്. ഏതായാലും കർത്തൃത്വ ഭോക്തൃത്വ ഭാവം നശിച്ച ജ്ഞാനിയുടെ ദേഹം അതിന്റെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവെന്നല്ലാതെ ആ കർമ്മങ്ങൾ ജ്ഞാനിയെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കർമ്മഫലങ്ങളും ജ്ഞാനിയെ ബാധിക്കുന്നില്ല. ഒന്നുണ്ട് മറ്റേ ഇല്ല എന്ന് പറയരുത്. ഒന്നുമില്ല. സ്ഥൂലദേഹത്തിലല്ല അയാൾ ഇരിക്കുന്നത്. അവിടെ സ്ഥൂലദേഹത്തെ ബാധിക്കുന്ന ഒന്നും തന്നെ അയാളെ ബാധിക്കുന്നില്ല. ജ്ഞാനിനാം സുഗന്ധി ഭജന്തി അർത്ഥയന്തി താൻ പ്രതി ജ്ഞാനിദേഹകൃതം ആഗാമി പുണ്യം ഗച്ഛതി. പിന്നെ ജ്ഞാനി ദേഹം ചെയ്യപ്പെടുന്ന പുണ്യകർമ്മങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഒരു ഫലം എങ്ങോട്ട് പോകണോ? കർമ്മം ചെയ്ത ഫലം ഉണ്ടാവുന്ന നേരത്തെ പറഞ്ഞു. ജ്ഞാനി കർമ്മം ചെയ്താൽ കർമ്മത്തിന്റെ ഫലം എങ്ങോട്ട് പോകും? ഉണ്ടെങ്കിൽ കാണണ്ടേ? അതെങ്ങോട്ട് പോകും? ജ്ഞാനിക്ക് വേണ്ട, ജ്ഞാനിക്ക് ഫലം വേണ്ട, ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം എനിക്ക് വേണ്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു ജ്ഞാനി. പിന്നെ അത് എങ്ങോട്ട് പോവും? ഇത് എവിടെയും കൊണ്ടിടണ്ടേ? അപ്പോഴാണ് ആരാണോ ജ്ഞാനിയെ നമസ്കരിക്കുന്നത്, ജ്ഞാനിയെ അർപ്പിക്കുന്നത്, പൂജിക്കുന്നത്, അവർക്ക് ലഭിക്കുന്നു. കാരണം അവർക്കത് വേണേ, അവർ പുണ്യം കിട്ടാൻ പോണവരാണ്. അതുകൊണ്ട് ജ്ഞാനി ദേഹകൃതം ചെയ്യപ്പെടുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം ആർക്ക് കിട്ടുന്നു? അവരെ നമസ്കരിക്കുന്നവർക്ക്. ഇതൊക്കെ സംശയത്തിന് ഇടവരും. ഉറപ്പിക്കേണ്ടതാണ്. അതങ്ങനെ കിട്ടുന്നതാണോ? കിട്ടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനി ദേഹം കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവശ്യം പാപകർമ്മങ്ങളും ചെയ്യുന്നുണ്ടാവും, നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും. കാരണം അപ്പോഴേ ബാലൻസ് ശരിയാവും. ആ പാപകർമ്മങ്ങളുടെ ഫലം എവിടെ പോവും? അത് ഏത് ചവറ്റുകൊട്ടയിലേക്ക് പോവും? അവരെ നിന്ദിക്കുന്നതിലേക്ക് പോകും. എന്താ? രണ്ടു കൂട്ടരും ലോകത്തുള്ളത് കൊണ്ട് ജ്ഞാനി രക്ഷപ്പെടുന്നു. ജ്ഞാനിക്ക് സുഖമായ വഴി തുറന്നു കൊടുക്കുന്നു. എവിടേക്ക്? മുക്തിയിലേക്ക്. വല്ല തടസ്സമുണ്ടെങ്കിൽ അതൊക്കെ നീക്കി കൊടുക്കുന്നു. ആര്? രണ്ടു കൂട്ടരും അപ്പുറത്തും അപ്പുറത്തും പിടിച്ചു വയ്ക്കുന്നുണ്ട്. അതന്നെ അട്ടേന്റെ കഥ തന്നെ. ഏതായാലും ഇന്നിത്ര മതി. സമയം നമ്മൾ പാലിക്കണമല്ലോ. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പൂർത്തിയാക്കാം. ഒരു രക്ഷയില്ല. ഇത് വളരെ ചിന്തിക്കേണ്ട ഭാഗമാണ് ഈ അവസാന ഉപസംഹാരവേള. ഉപക്രമോപസംഹാരങ്ങൾ ഒന്നായിരിക്കണമല്ലോ. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ അവസാനിക്കണമല്ലോ. അവിടെ ഈ അവസാന വേള എന്ന് പറഞ്ഞാൽ തുടക്കവും കൂടിയാണ്. തുടക്കത്തിൽ തന്നെ അവസാനിക്കുകയാണ്. എവിടുന്നാ തുടങ്ങി വെച്ചാൽ അവിടെ തന്നെ അവസാനിക്കണം. അതുകൊണ്ട് അത് ആ പ്രാരബ്ധത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ശരി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.